വാട്ടർ സൈക്കിൾ ആണ് ഇന്നത്തെ ടോപ്പിക്ക്. വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലചക്രം. ഇപ്പൊ ഭൂമിയിലെ വെള്ളം എങ്ങനെയാണ് ഒരു തുടർച്ചയായ ചക്രത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ വാട്ടർ സൈക്കിൾ എന്താണ് വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിൾ എന്നത് ഭൂമിയിലെ വെള്ളം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കും പിന്നീട് വീണ്ടും ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു സ്വാഭാവിക പ്രക്രിയയാണ് വാട്ടർ സൈക്കിൾ പറയുന്നത്. ഈ ഒരു പ്രക്രിയ ഒരിക്കലും അവസാനിക്കാത്തതിനാൽ ഇതിനൊരു തുടർച്ചയായ ഒരു സൈക്കിൾ എന്ന് നമുക്ക് പറയാം. ഇവാപറേഷൻ എന്ന് പറയുന്നത് സൂര്യന്റെ ചൂട് നദികളിലെയും തടാകങ്ങളിലെയും സമുദ്രങ്ങളിലെയും ഒക്കെ വെള്ളത്തെ എന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. അപ്പോൾ ഈ വെള്ളം വാട്ടർ വേപ്പർ ആയിട്ട്, അതായത് ജലബാഷ്പമായിട്ട് മാറി മുകളിലേക്ക് ഉയരുന്നു. ഈ മാറ്റത്തെയാണ് ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഈ സമയത്ത് വെള്ളം ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഇവാപറേഷൻ. കണ്ടൻസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്ന, അതായത് ഇവാപറേഷൻ സമയത്ത് മുകളിലേക്ക് ഉയർന്ന ജലബാഷ്പം അന്തരീക്ഷത്തിൽ തണുത്ത വായുവിൽ എത്തുമ്പോൾ അത് വീണ്ടും ചെറിയ ജലതുള്ളികളായി മാറുന്നു. ഈ ചെറിയ തുള്ളികൾ ഒന്നിച്ചു ചേർന്നാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഈ പ്രക്രിയയെ കണ്ടൻസേഷൻ അഥവാ ഘനീഭവനം എന്ന് പറയുന്നു. അതായത് വാതകാവസ്ഥയിലുള്ള വെള്ളം വീണ്ടും ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രസിപ്പിറ്റേഷൻ, മേഘങ്ങളിലുള്ള ജലത്തുള്ളികൾ കൂടുതൽ കൂടുമ്പോൾ മേഘങ്ങൾക്ക് അവയെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ അവ ഭൂമിയിലേക്ക് മഴയായി പെയ്യുന്നു. ചില തണുത്ത പ്രദേശങ്ങളിൽ അത് മഞ്ഞായോ ആലിപ്പഴമായോ വീഴാം. ഈ പ്രക്രിയയാണ് പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം എന്ന് പറയുന്നത്. മഴ ലഭിക്കുന്നതിനാൽ നമുക്ക് കുടിവെള്ളവും കൃഷിക്ക് ആവശ്യമായ വെള്ളവും ലഭിക്കുന്നു. കളക്ഷൻ എന്ന് പറയുന്നത് മഴയായി വീഴുന്ന വെള്ളം നദികളിലും തടാകങ്ങളിലും സമുദ്രങ്ങളിലുമായി ഇത് ശേഖരിക്കപ്പെടുന്നു. അപ്പൊ കുറച്ചു വെള്ളം മണ്ണിനുള്ളിലേക്ക് ഇറങ്ങി ഭൂഗർഭജലമാകുന്നു. പിന്നീട് സൂര്യന്റെ ചൂട് കാരണം ഈ വെള്ളം വീണ്ടും ബാഷ്പീകരിക്കപ്പെടുന്നു. അങ്ങനെ ഈ വാട്ടർ സൈക്കിൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. വൈ ഈസ് ദ വാട്ടർ സൈക്കിൾ ഇമ്പോർട്ടന്റ്? സോ വാട്ടർ സൈക്കിൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. ഇത് നമുക്ക് ശുദ്ധജലം നൽകുന്നു. നമ്മുടെ ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും വെള്ളം ലഭിക്കാൻ സഹായിക്കുന്നു. കൃഷി, കുടിവെള്ളം, വൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്കെല്ലാം വാട്ടർ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനാൽ ജലചക്രം പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയകളിൽ ഒന്നാണ്. ജലചക്രം അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ ഭൂമിയിലെ വെള്ളത്തെ നിരന്തരം സഞ്ചരിപ്പിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. സോ ഇതില് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ്: ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, കളക്ഷൻ. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ ഭൂമിയിൽ ശുദ്ധജലം ലഭിക്കുകയും എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനാൽ നാം വെള്ളം പാഴാക്കാതെ സംരക്ഷിക്കണം.